ഇപ്പോഴും നമ്മൾ സിംഗിൾ വിൻഡോ എന്ന് വെറുതെ പറയാ. ഒരു സിംഗിൾ വിൻഡോയും ഇല്ല. ഒരാൾക്ക് ബിസിനസ് തുടങ്ങണമെങ്കിൽ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ മേനോൻ സാർ ഇന്ന് പ്രസംഗിച്ചതാണ്. ഇത് ഞാനൊന്നും പറയുന്നില്ല. ഇന്ന് അദ്ദേഹം പ്രസംഗിച്ചതിനെ നമ്മുടെ മുന്നത്തെ വ്യവസായ മന്ത്രി P രാജീവ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഒരു സംഗതി പോസ്റ്റ് ചെയ്തിരിക്കുന്നു. P രാജീവിന്റെ ഇത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കണം. 2 ഡേറ്റ് ഉണ്ട്. ഇന്ന് വെച്ച് കഴിഞ്ഞാൽ 22-ാം തീയതി ഓഗസ്റ്റ് 2026 നമ്മൾ മുകളിൽ കാണുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗമുള്ളത്. അദ്ദേഹം അതിന്റെ തൊട്ടടുത്ത് വേറെ വീഡിയോ വെച്ചിട്ടുണ്ട്. ആ വീഡിയോ 2024 ഇവിടെ LDF പിണറായി ഗവൺമെന്റ് ഉള്ള സമയം 2024 ഓഗസ്റ്റ് 14-ാം തീയതിക്കത്തെ ഒരു വീഡിയോ കൂടി ക്ലബ്ബ് ചെയ്യിച്ചിട്ടാണ് P രാജീവ് എന്ന് പറയുന്ന ആ ഒരു മുൻ വ്യവസായ മന്ത്രി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതൊന്ന് കാണണം, ഒന്ന് കേൾക്കണം. നമുക്ക് ചില ഉത്തരങ്ങളിലേക്ക് പോകാനുണ്ട്. കേക്ക്. 22 അപ്രൂവൽ വേണം. എവിടെ സിംഗിൾ വിൻഡോ? പക്ഷെ ഇനി ഉണ്ടാവും. ഞങ്ങൾ എല്ലാ 22 നിയമങ്ങൾ അമെൻഡ് ചെയ്ത് ഒരു സിംഗിൾ ലെജിസ്ലേഷൻ വരെയാണ് കേരളത്തിൽ. ഇദ്ദേഹം എന്താ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞേ? സിംഗിൾ വിൻഡോ എന്ന് പറയുന്ന സംവിധാനം കേരളത്തിലില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ കുറേ ഓഫീസുകൾ കയറി ഇറങ്ങണം. ആ പരിപാടിയൊക്കെ ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഒരൊറ്റ അമെൻമെന്റ് കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് ഇതെല്ലാം ഒരൊറ്റ ഓഫീസിലാക്കാൻ പോവുകയാണ് എന്നാണ് അഭിമാനപൂർവ്വം ഇദ്ദേഹം പറയുന്നത്. കേട്ട് കഴിഞ്ഞാൽ നല്ല കാര്യമല്ലേ? ഒരു പുത്തൻ സാധനം കൊണ്ടുവരുന്നു അല്ലേ? നമ്മുടെ VD സതീശൻ മേനോൻ ഒരു പുത്തൻ സാധനം കൊണ്ടുവരുന്നു. ഇനി വ്യവസായികൾക്കൊന്നും ഒരു പേടിയും വേണ്ട. ഒരു പുത്തൻ സാധനം എന്നല്ലേ നമ്മൾ വിചാരിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്ക്. ഇത് പുത്തനാണോ അതോ 2 വർഷം മുമ്പേ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണോ? ഇങ്ങനെ 2 വർഷം മുമ്പേ നടപ്പിലാക്കിയ കാര്യം എന്തിനാണ് ഇനി നടപ്പിലാക്കാൻ പോകുന്നു എന്ന രീതിയിൽ നമ്മുടെ മുഖ്യമന്ത്രി ഇത് ഇങ്ങനെ വാത്തോരാത്ത പറയുന്നത് എന്നാണ് P രാജീവിനുള്ള സംശയം. കേൾക്കണേ. One approval ഉണ്ടാവും. I still remember the government of Kerala introduced K-SIFT, Kerala Single Window Clearance System. So we were one of the initial users of that system. I still remember that day we were applying for a breakfast food processing facility. Just came back and they told, sir, we got the deemed license. I couldn't believe. Immediately I called CII. Can you check is it the original license or not? ഇതെന്റെ പ്രിയ സുഹൃത്തുക്കളെ, 2024 ഒരു 14-ാം തീയതി ഒരു സംരംഭകൻ പറഞ്ഞ ഡയലോഗാണ്. അന്ന് ഇത് തുടങ്ങിയിട്ടുണ്ട്. അന്ന് ഈ സിംഗിൾ വിൻഡോ സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. ആ സിംഗിൾ വിൻഡോ സംവിധാനത്തിലൂടെ ഒരു ലൈസൻസിന് അപേക്ഷിച്ച ഒരു സംരംഭകൻ പറയാണ്, അപേക്ഷിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കും കോള് വന്നത്രേ, നിങ്ങളുടെ സംഗതിയൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന്. സാർ ഇത് സത്യമാണോ ഇത് എന്ന് അദ്ദേഹത്തിന് സംശയം തോന്നിപ്പോയത്രേ. കേക്ക്. Even for the last 3 years we have been running that industry and we got all the permanent license now. In fact, I represent a company called Brahmin's Foods. We are a part of a larger Wipro ecosystem now. Wipro already operates 9 factories in Kerala and giving employment to around 4,000 people in addition to their IT investments. So they are still planning to expand their capacity in Kerala. In fact, over a period of 10 years, we can see a substantial change in the industrial ecosystem of Kerala. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലേ, ഇത് ഞങ്ങൾ എന്നോ കിട്ടിയിരിക്കുന്നു എന്നാണ്. അപ്പൊ എന്തിനാണ് 2024 ആഗസ്റ്റ് 14-ാം തീയതിയൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള സംഗതികളെ ഇനിയൊരു പുത്തൻ സംഗതിയായിട്ട് ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്ന് ഇദ്ദേഹം പറയുന്നത്? P രാജീവ് ഇതിന്റെ താഴത്ത് എഴുതി വെച്ചിരിക്കുക ഇങ്ങനെയാണ്: കേരളത്തിലെ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ നിലവിൽ യാതൊരു ഏകജാലക സംവിധാനവും ഇല്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിന് കൊണ്ടുവരുമെന്ന കൂടിയാണ് VD സതീശൻ മേനോൻ പ്രസംഗിക്കുന്നത്. മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത്? ഞാൻ ചോദിക്കും ചോദ്യമല്ലട്ടാ, P രാജീവിന്റെ ചോദ്യമാണ്. മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത്? മുഖ്യമന്ത്രി കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. കുറഞ്ഞ പക്ഷം സംരംഭകരോടെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിക്കാമായിരുന്നു.
കേരളത്തിലെ ഏകജാല സംവിധാനത്തെക്കുറിച്ച് വിപ്രോ ബ്രാഹ്മിൻസ് ഫുഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീനാഥ് വിഷ്ണു പറയുന്നത് കൂടി ഇവിടെ ചേർക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ അല്ലേ? ഇത് വല്ല പ്രോബ്ലം ആണോ? പണ്ട് ഏതൊരു ചാനൽ പ്രവർത്തകൻ പറഞ്ഞിരുന്നു, ഏതൊരു ചാനലല്ല, നമ്മുടെ റിപ്പോർട്ടറിലെ അരുൺകുമാർ പറഞ്ഞിരുന്നു, ഇതൊരു തരം സ്കിസോഫ്രീനിയെ പോലെയുള്ള ഒരു അസുഖമാണ്, നുണ പറഞ്ഞില്ലെങ്കിൽ ഒരു ദിവസം ചിലപ്പോൾ ഉറങ്ങാൻ പറ്റില്ല ചില ആളുകൾക്ക്, അങ്ങനെയാണെന്നൊക്കെ ചില ആളുകളൊക്കെ പറയുന്നുണ്ട്. ആണോ? ഇനി അടുത്തൊന്ന് കേട്ടോക്കെ. അങ്ങനെയാണെങ്കിൽ പ്രിയ സുഹൃത്ത് സി കുഞ്ചാക്കോ ബോബൻ വേദിയിലിരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നുമില്ലാത്ത ഒരു ഫിലിം സിറ്റി നമ്മുടെ കേരളത്തിൽ ഉണ്ടാവും. നമ്മുടെ എന്റെ പടച്ചോനെ, നമ്മൾ തൊട്ടു മുമ്പത്തെ ആ സംഗതിയെ കേട്ടോണ്ട് ചോദിക്കുകയാണ്, ഇതൊക്കെ നടക്കുവോടെ? ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ നമ്മുടെ കേരളത്തിൽ? അല്ലേ? ഇനിയും വേണമെങ്കിൽ ഒന്നുകൂടി കേട്ടോക്കൂ പുതിയത്. ഈ ഓണത്തിന് എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ കയ്യിലേക്കും പണം എത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ശരിയാണ്, എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ട്. 75 ഉറുപ്പ്യ പഞ്ചസാരക്ക്, 100 കടന്ന് പഴത്തിന്, പച്ചപ്പയറിന് 100 ഉറുപ്പ്യ കിലോ, 1 കിലോ സവാളയ്ക്ക് 55. ഒന്ന് ആലോചിച്ച് നോക്കി. 2 കൈപ്പക്കെടുത്തതാ 100 ചില ഉറുപ്പ്യ. കോയൊന്നും എന്റെ പൊന്നു മക്കളെ നിങ്ങൾ തൊടാൻ പോകരുത്, മനസ്സിലല്ലേ? ചേനൊന്നും തൊടണ്ട, 85 100 കടന്നിരിക്കുന്നു. ഇങ്ങനെ നിത്യോപയോഗ സാധനങ്ങൾക്ക് മുഴുവൻ വില കൂട്ടി വെച്ചിട്ട് എത്ര ഉറുപ്പ്യ തന്നു എന്നാണ് പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്ന ചോദിക്കുക കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ അവസാനം കുഞ്ചാക്കോ ബോബന്റെ ഒരു ഡയലോഗ്. എനിക്ക് തോന്നുന്നത് മാറി മാറി വരുന്ന സർക്കാരുകൾക്ക്, മന്ത്രിമാർക്ക്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിമാർക്കുള്ള ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് ആ മാവേലിയുമായിട്ട് താരതമ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതേത് മാവേലിയാടോ? കേരളത്തിൽ പാകെ താരതമ്യമേ നടക്കുന്നുള്ളൂ എൻ്റെ പൊന്നു കുഞ്ചാക്കോ ബോബൻ ചേട്ടാ. ഭയങ്കര താരതമ്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ താരതമ്യം മുഴുവൻ നമ്മുടെ VD സതീശ മേനോനെ പിണറായി വിജയനുമായിട്ടാണ് താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കൾ വിചാരിച്ച ആ പഴയ മാവേലി ഇനി എങ്ങനെ പിണറായി വിജയനാണോ? ബൈ.